ഞങ്ങളുടെ തങ്കുവിൻ്റെ മുടിയൊക്കെ വെട്ടിയിട്ടു. അപ്പം ഞങ്ങൾ ചെറുതായിട്ടാണ് ആദ്യം തന്നെ കട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇനി വളരുന്നതിനനുസരിച്ച് നല്ല രീതിക്ക് ചീകി വൃത്തിയാക്കി നല്ല രീതിക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് ആൻ സുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോകളിലും മുന്നത്തെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തങ്കുവിനെ ഗ്രൂം ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോകും നമ്മൾ ബ്ലാൻഡർ പോകുമ്പോൾ എന്നൊക്കെ. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് പിടിച്ച് ഗ്രൂം ചെയ്യുന്ന സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ തങ്കുവിനെയും കൊണ്ട് പോകാനായിരുന്നു. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ഹരിയേട്ടന്റെ വീട്ടിലാട്ടോ. ഹരിയേട്ടന്റെ വീട്ടിലാണ് നമ്മുടെ തങ്കുവിന്റെ അച്ഛനുള്ളത്. ഇതാണ്ട തങ്കുവിന്റെ അച്ഛൻ ഓടിപ്പോന്നെ. തങ്കുവിന്റെ അച്ഛൻ മാൾട്ടീസിന്റെ ഒറിജിനൽ ബ്രീഡ് ആട്ടോ. കുഞ്ഞില്ലേ, കുഴപ്പമില്ല. ഇവരെന്ത് ചെയ്യോ? ഇവരെന്ത് ചെയ്യോ? ഇവരെന്ത് ചെയ്യോ? അപ്പൊ ഞങ്ങള് ഹരിയേട്ടന്റെ വീട്ടിൽ വന്നേട്ടോ. ഹരിയേട്ടൻ രാവിലെ ഓടാനൊക്കെ പോയിട്ട് വന്നതാണ്. ഞങ്ങള് ഹരിയേട്ടൻ ഇതിനൊക്കെ ഗ്രൂം ചെയ്യിക്കാൻ കൊണ്ടുവന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടെ കൊണ്ടുപോയി ചെയ്യിക്കാൻ കരുതി ഹരിയേട്ടൻ കൂട്ടിയാ പോകുന്നത്. നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ട് പോലെ. അതെ, ഇത് വേറെ ബ്രീഡാണ് കേട്ടോ. ഇത് മാൾട്ടീസ് അല്ല, വേറെ ബ്രീഡാണ്. കുറച്ചുകൂടി വലിപ്പം വെക്കുന്നതാണ്. തങ്കു ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും മിണ്ടുന്നില്ല. അയ്യേ, എന്ത് തങ്കു നീ ഇങ്ങനെ? എൻ്റെ അച്ഛനെ കണ്ടിട്ട് പോലും മിണ്ടുന്നില്ല. ഡിസൈനൊക്കെ കിട്ടിയിട്ടുണ്ട്. തങ്കു അങ്ങോട്ട് പോ, ഞാൻ കാട്ടെ. മരു തങ്കുവോ? അവൻ കയറിയോ? ഇപ്പൊ വിസ്കു ഉണ്ട്, തങ്കു ഉണ്ട്. തങ്കുവിന്റെ അച്ഛനാണ് കേട്ടോ വിസ്കു. വിസ്കുവിന് ഒരു 10 വയസ്സൊക്കെ പ്രായമുണ്ട്. അച്ഛനും മോനും നേരിക്കാണ്. ഇവിടെ വന്നപ്പോ ഒരുപാട് പട്ടികളുടെ സൗണ്ട് കേട്ടു. അപ്പൊ ഇവിടുന്നാണ് ഇവർ എടുത്ത് നോക്കാട്ടോ. തങ്കൊക്കെ കണ്ടോ ജാഗരൂകനായിരിക്കുന്നു. ഇവരെ പട്ടി മറ്റേ പട്ടീൻ്റെ സൗണ്ട് കിട്ടി. അമ്മ ഇതിൻ്റെ പട്ടിണ്ടോ? അറിഞ്ഞേട്ടാ തങ്ക വിചാരിക്കുന്നുണ്ട്. തങ്കുമണീൻ്റെ രോമമൊക്കെ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ആദ്യമായിട്ടാണ് ഗ്രൂം ചെയ്യിക്കുന്നത്. ട്രിമ്മർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു ഇതാക്കി. പിന്നെ സ്മൂത്തായിരിക്കാത്തതുകൊണ്ട് നമ്മൾ ഗ്രൂം ചെയ്യിക്കുക ആദ്യമായിട്ട് ചെയ്യിക്കുകയല്ലേ. അപ്പോൾ അത് കാരണം അവർക്ക് ആ ഒരു ട്രിമ്മർ ഉപയോഗിക്കുന്ന സമയത്ത് ചെട കെട്ടി നിൽക്കുന്ന പോലെ. അപ്പം നമ്മളെ തങ്കുവിനെ ആദ്യമായിട്ട് ഗ്രൂം ചെയ്യിക്കണേ കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പം കൊതറി ഓടുമെന്നൊക്കെ ഉള്ളത്. പക്ഷെ ഒരു കുഴപ്പമില്ല, നല്ല അനുസരണമുള്ള നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ട്. കണ്ടോ, കൈയൊക്കെ നീട്ടി കൊടുക്കുന്നുണ്ട്. പാവം പാവം തങ്കുക്കുട്ടിയാണ്. ഒരു ശല്യം അവനെ കൊണ്ടില്ല.
ഞങ്ങളുടെ തങ്കൂൻ്റെ മുടിയൊക്കെ വെട്ടിയിട്ടോ. അപ്പം ഞങ്ങൾ ചെറുതായിട്ടാണ് ആദ്യം തന്നെ കട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇനി വളരുന്നതിനനുസരിച്ച് നല്ല രീതിക്ക് ചീകി വൃത്തിയാക്കി നല്ല രീതിക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പം പറ്റങ്ങ് കുഞ്ഞിനാക്കിയിട്ടില്ല, എന്നൊരു മീഡിയം സൈസിൽ ഷോർട്ടാക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് നല്ല രീതിക്ക് ചീകി നല്ല സുന്ദരനാക്കാമല്ലോ. ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം വെട്ടുമ്പോൾ കുറച്ച് ഷോർട്ടായിട്ട് വെട്ടണം, പിന്നെ നന്നായിട്ട് നമ്മൾ ഷാമ്പൂ ഒക്കെ ഇട്ട് നല്ല ചീകി വൃത്തിയാക്കി ഇട്ട് അപ്പോഴാണ് അതിനൊരു ഷൈനിങ് വരിക. അതിൻ്റെ രോമം ചീകി നമ്മൾ തുമ്പ് മാത്രം വെട്ടി കൊടുക്കണം, അങ്ങനെ വൃത്തിയാക്കണം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് അങ്ങനെ വെട്ടാൻ കഴിയില്ല, കാരണം ഓൾറെഡി ഇത് ഗ്രൂം ചെയ്യാത്തതല്ലേ. ഫസ്റ്റ് ഗ്രൂമിങ്ങിന് ഇങ്ങനെ ചെയ്യണം, ഷോർട്ടാക്കി വെട്ടി പിന്നെ നമ്മൾ എത്രയാണോ ലെങ്ത് വേണ്ടത് അനുസരിച്ച് ചുരുണ്ട് തുടങ്ങുമ്പോൾ തന്നെ കട്ട് ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ തങ്ക് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. തങ്കിന് ഒരു കുഴപ്പമില്ല, കടിക്കലും പിടിക്കലും ഒന്നുമില്ല. തന്നെ കിടന്ന് കൊടുക്കും. നമ്മുടെ തങ്കുവിൻ്റെ നഖം വെട്ടാണ് കേട്ടോ. തങ്കുവിന് ഒരു പ്രശ്നമില്ല, എല്ലാത്തിനും ഇരുന്ന് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ കൊണ്ട് കടന്നു കൊടുക്കുന്നുണ്ട്, അവനൊരു കുഴപ്പവും ഇല്ല. ആരെയും കടിക്കുകയോ ഒന്നുമില്ല. ഭയങ്കര ശാന്തതയാണ് തങ്കുവിന്. അങ്ങനെ നമ്മുടെ തങ്കുവിൻ്റെ മുടിവെട്ടൊക്കെ കഴിഞ്ഞിട്ടോ, സുന്ദരനായി കിട്ടി. ഫസ്റ്റത്തെ വെട്ടായതുകൊണ്ടോ എത്രയും അധികം നമ്മൾ മുടി വെട്ടിയത്. തങ്കുവേ തങ്കുവിൻ്റെ ഗ്രൂമിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾക്ക് ഇനി വേറൊരു ബെൽറ്റ് വാങ്ങണം കേട്ടോ. ഈ ചങ്ങലേൻ്റെ ബെൽറ്റ് വാങ്ങണം. ഇത് അവൻ ഭയങ്കരമായിട്ട് കടിച്ചു പൊട്ടിക്കുന്നുണ്ട്. തൽക്കാലം നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞു മണി ഉണ്ടാകുമ്പോൾ ഇവർ ഏരിയ ഓടിക്കളിക്കാൻ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അങ്ങനെ കുഞ്ഞു തങ്കുവിനെ ഇപ്പോൾ മുടിവെട്ടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോകും കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞു. കുഞ്ഞു തങ്കു അപ്പോൾ അതാ നമ്മുടെ തങ്കു ബേക്കിലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ തങ്കുവിൻ്റെ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പം ഇങ്ങനെയാണ് ഇവിടെ ഗ്രൂം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലത്തെ പോലെ അത്ര വലിയ എന്താ പറയുക ഒരു ഷോപ്പ് അങ്ങനെയൊന്നുമല്ല. അപ്പം ഇങ്ങനെയാണ് ഇവിടെ ഗ്രൂം ചെയ്യുന്നത്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ.